ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഓപ്പറേറ്റർ സിലബസിലെ ഐ സി എൻജിൻസ് എന്നുള്ള ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ഐ സി എൻജിൻസിൽ 2 സ്ട്രോക്ക് എന്താണ്, 4 സ്ട്രോക്ക് എന്താണ്, പെട്രോൾ എഞ്ചിൻ എന്താണ്, ഡീസൽ എഞ്ചിൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എഞ്ചിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എഞ്ചിൻ സിസ്റ്റംസ് നമ്മളുടെ സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഒരു എഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റോപ്പിങ് എങ്ങനെ വരണം, അതേപോലെ തന്നെ ഫ്യൂൽ സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, ക്ലീനേഴ്സ്, എയർ ക്ലീനർ, ഫ്യൂൽ ക്ലീനർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫിൽറ്ററുകൾ, അങ്ങനെയുള്ള മൊത്തത്തിൽ ആ ഒരു ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് മെത്തേഡ്സ് ഓഫ് ഡീസൽ എഞ്ചിനാണ്. ഒരു ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിങ്ങും മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു ഡീസൽ എഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് മെത്തേഡ്സ് ആണ്. നോർമലി നമുക്ക് ഡീസൽ എഞ്ചിനെ രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫോർ ദ സ്റ്റാർട്ടിങ് ഓഫ് ദി എഞ്ചിൻ ദ ഫോളോയിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസ്ഡ്. നമുക്ക് രണ്ട് മെത്തേഡായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഹാൻഡ് ക്രാങ്കിങ് മെത്തേഡാണ്, രണ്ടാമത്തത് ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് മെത്തേഡാണ്. ഒരു എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളതിനെ ക്രാങ്ക് ചെയ്യുക എന്നാണ് പറയാറുള്ളത് അല്ലേ. എങ്ങനെയാണ്, അതായത് ഒരു ആദ്യകാലങ്ങളിലൊക്കെ ബൈക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കിക്കർ കൊടുത്തിട്ട് ആ ഫ്ലൈ വീലിനെ കറക്കി ഒരു ചെറിയ മൂവ്മെൻറ്റ് ആദ്യം നമ്മൾ കൊടുക്കുന്നു. ആ മൂവ്മെൻറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ എഞ്ചിന് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യും. പിന്നെ അത് കുറച്ച് കാലങ്ങളെത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക് മോട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് കറക്കുന്ന ഫ്ലൈ വീലിനെ കറക്കുന്ന രീതിയാക്കി കിക്കർ മാറ്റിയിട്ട് അല്ലേ. നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടർ എന്ന് പറയും, നോർമലി സാധാരണ ഭാഷയിൽ സെൽഫ് മോട്ടോർ എന്നൊക്കെ പറയാറുണ്ട്. സോ ഒരു ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ്. നമ്മളൊരു ഫിക്സഡ് ഡീസൽ എഞ്ചിൻ, ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹാൻഡ് ക്രാങ്കിങ് മെത്തേഡ്, രണ്ടാമത്താണ് ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് മെത്തേഡ്. ഹാൻഡ് ക്രാങ്കിങ് എന്തായിരിക്കും, കൈകൊണ്ട് കറക്കിയിട്ട് എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹാൻഡ് ക്രാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ അഡീഷണലി ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ യൂസോട് കൂടി അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഒരു ഇലക്ട്രിക് മോട്ടോർ കൊടുത്തിട്ട് അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാം, ഹാൻഡ് ക്രാങ്കിങ് എന്താണെന്ന് നോക്കാം അല്ലേ. ഇൻ യൂഷ്വലി സ്മാൾ ഡീസൽ എഞ്ചിൻസ് ആർ ബീങ് സ്റ്റാർട്ടഡ് യൂസിങ് ക്രാങ്ക് ഹാൻഡിൽ ഓർ റോപ്പ്. ചെറിയ ടൈപ്പ് ഡീസൽ എഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് ക്രാങ്കിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ക്രാങ്ക് ചെയ്തുകൊണ്ട് എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സാധാരണ എങ്ങനെ ഉണ്ടാകാറുള്ളത്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡിലോട്ട് വരുന്ന ഒരു ഷാഫ്റ്റിൽ നിന്ന്, നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് തന്നെ ആയിരിക്കും, ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡിലോട്ട് വരുന്ന ഒരു ഷാഫ്റ്റിൽ നിന്നും നമുക്കൊരു ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ ഉണ്ടാവും അല്ലേ. ഒരു ക്രാങ്ക് ചെയ്യുന്ന ഹാൻഡിൽ ഉണ്ടാവും, ക്രാങ്ക് ഹാൻഡിൽ എന്നാണ് നമ്മളതിന് പറയാറുള്ളത്. സോ ഒരു ക്രാങ്ക് ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് അത് ലോക്ക് ചെയ്യുന്നു. അത് ലോക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പുറത്തോട്ട് വലിച്ചെടുക്കാനും പറ്റുന്ന ഒരു ടൈപ്പ് ഹാൻഡിലായിരിക്കും. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എഞ്ചിനെ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുന്നു. എഞ്ചിനെ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു RPM അറ്റൈൻ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീകംപ്രഷൻ ലിവർ ഓഫ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. ഡീകംപ്രഷൻ ലിവർ റിലീസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ക്രാങ്ക് ചെയ്തിട്ട് ഒരു നിശ്ചിത പ്രഷർ RPMൽ എത്തുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ വലിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഡീകംപ്രഷന് ഒഴിവാക്കിയിട്ട് അല്ലേ കംപ്രഷൻ സ്റ്റേജിലോട്ട് എഞ്ചിനെ കൊണ്ടുപോകുന്നു. സോ ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഹാൻഡ് ക്രാങ്കിങ് എന്ന് പറയുന്നത്. ഇനി ഇത് ജസ്റ്റ് ചെറിയ രീതിയിൽ ഹാൻഡ് ക്രാങ്കിങ് അല്ലാതെ മറ്റൊരു രീതിയിലെ ക്രാങ്കിങ് ആണ് റോപ്പ് ക്രാങ്കിങ് എന്ന് പറയുന്നത്. റോപ്പ് ക്രാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ പാടത്തൊക്കെ വെള്ളമടിക്കുന്ന പമ്പിൽ മോട്ടറിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ചില ഡീസൽ മോട്ടറുകൾ, അതേപോലെ തന്നെ ഡീസൽ പമ്പുകൾ, അതേപോലെ കെറോസിൻ്റെ മണ്ണെണ്ണ ഉപയോഗിച്ചിരുന്ന പമ്പുകളിലൊക്കെ ഉണ്ടായിരിക്കും ഈ റോപ്പ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ മെത്തേഡ് അല്ലേ. എന്താ റോപ്പ് സ്റ്റാർട്ടിങ്, നമ്മൾ ഈ ക്രാങ്കിൻ്റെ അവിടെ തന്നെ നമുക്ക് അവിടെ ഒരു V ടൈപ്പ് ഒരു ഗ്രൂവ് ഉണ്ടായിരിക്കും. ആ ഗ്രൂവിൽ നമ്മളൊരു റോപ്പ് എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് ചുറ്റിയിട്ടതിന് ശേഷം നമ്മൾ ആ റോപ്പിനാണ് വലിക്കുന്നത്. ആഫ്റ്റർ ഓൾ നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റിന് കുറച്ചധികം റൊട്ടേഷൻസ്, ഇനീഷ്യൽ സ്റ്റാർട്ടിങ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് ക്രാങ്കിങ് മെത്തേഡ് അല്ലെങ്കിൽ ഹാൻഡ് ക്രാങ്കിങ് മെത്തേഡ് ആണ്. ഈ ഹാൻഡ് ക്രാങ്കിൽ തന്നെ ക്രാങ്ക് ഹാൻഡിൽ ഉപയോഗിച്ചിട്ടും ക്രാങ്കിങ് ബൈ റോപ്പ് ഉപയോഗിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്സ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്ത ഓരോ പോയിന്റായിട്ട് സ്റ്റെപ്പാണ്. ഫസ്റ്റ് ഡീകംപ്രഷൻ ലിവർ, ഞാൻ ജസ്റ്റ് ഡീകംപ്രഷൻ ലിവറിനെ കുറിച്ച് സൂചിപ്പിച്ചത്. ബിഫോർ ക്രാങ്കിങ് യു ഫ്ലിപ്പ് എ ലിവർ ദാറ്റ് ഹോൾഡ്സ് ദ എക്സോസ്റ്റ് വാൾവ് സ്ലൈറ്റ്ലി ഓപ്പൺ. This allows you to spin the heavy flywheel up
up to a high speed without fighting the engine compression. അല്ലേ, നമ്മളൊരു ഡീകംപ്രഷൻ ലിവർ ഉണ്ടായിരിക്കും. നമ്മൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീസൽ ഓട്ടോറിക്ഷകളൊക്കെ അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ കാണുന്ന സാധനം തന്നെയാണ് ഈ ഡീസൽ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. ഇപ്പോൾ CNG എന്താ ഇലക്ട്രിക് ഒക്കെ കൂടുതൽ വന്ന് തുടങ്ങി, എങ്കിലും ഡീസൽ ഓട്ടോറിക്ഷകൾ നമുക്കറിയാൻ പറ്റും. ഈ ഡീസൽ ഓട്ടോറിക്ഷകൾക്ക് കാലിൽ, ഡ്രൈവറുടെ കാലിൻ്റെ അടുത്തായിട്ട് ഒരു ഡീകംപ്രഷൻ ലിവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ക്രാങ്ക് ചെയ്യുന്ന സമയത്ത്, ഡ്രൈവർ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഡീകംപ്രഷൻ ലിവറിന് ചെറുതായിട്ടൊന്ന് പുൾ ഔട്ട് ചെയ്തില്ല, പുഷ് ചെയ്തിട്ട് ഒന്ന് പുഷ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്രാങ്ക് ചെയ്യുന്നത്. നിശ്ചിത ടൈമിൽ നിന്ന് ക്രാങ്ക് ചെയ്യുന്നതോട് കൂടി തന്നെ അയാൾ ലിവർ വലിക്കുന്നു. സോ എന്ത് ചെയ്യുന്നു, നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നു. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തന്നെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടായിരിക്കും. സോ ഇതാണ് ഡീകംപ്രഷൻ ലിവർ എന്നാണ്. ഡീകംപ്രഷൻ ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ അകത്തുള്ള ആ മുഴുവൻ കംപ്രഷൻ്റെ പവർ നമുക്ക് ഒരിക്കലും ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാങ്കിങ് മോട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഹാൻഡ് ക്രാങ്കിങ്ങിലോ മെത്തേഡിലോ ഉപയോഗിച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ കഴിയൂല. അപ്പോൾ ആ സമയത്ത് നമുക്ക് കംപ്രഷൻ കട്ട് ചെയ്യാം, അവിടെയുള്ള കംപ്രഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് വാൾവ് സ്ലൈറ്റ്ലി ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിലൂടെ ഈ ഒരു വരുന്ന കംപ്രഷൻ ആകാതെ എയർ ലീക്ക് അതിൽ കൂടുതൽ എക്സോസ്റ്റ് കൂടി തന്നെ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, പുറത്തോട്ട് പോകുന്നുണ്ടാവും. ഒരു നിശ്ചിത RPM അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഡീകംപ്രഷൻ ലിവർ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കംപ്രഷൻ കാരണം അവിടെ എഞ്ചിൻ സ്റ്റാർട്ട് ആവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീകംപ്രഷൻ കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് മൊമെൻറ്റം ഫേസ് ആണ് അല്ലേ. യു ക്രാങ്ക് ദ ഹാൻഡിൽ ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. ദ ഹെവി ഫ്ലൈ വീൽ ആക്ട് ആസ് എ എനർജി റിസർവോയർ. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം സ്പീഡിൽ എന്ത് ചെയ്യുക, നമ്മൾ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് ഫ്ലൈ വീലിനെ കറക്കുക. ദെൻ നെക്സ്റ്റ് അടുത്ത് ദ ഡ്രോപ്പ്. ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിടുന്നു അല്ലേ. ഓൺലി ദ ഫ്ലൈ വീൽ ഈസ് സ്പിന്നിങ് ഫാസ്റ്റ് ഇനഫ് യു ഫ്ലിപ്പ് ദ ഡീകംപ്രഷൻ ലിവർ ബാക്ക് ഓർ ഇറ്റ് ട്രിപ്സ് ഓട്ടോമാറ്റിക്കലി. The momentum of the flywheel then forces the piston through a full compression stroke, causes the fuel to ignite and the engine to kick to life. അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത സ്പീഡ് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡീകംപ്രഷൻ ലിവർ റിലീസ് ചെയ്യുന്നു. അത് ഓട്ടോമാറ്റിക്കലി റിലീസ് ആകാം, ചില കേസസിൽ ഓട്ടോമാറ്റിക്കലി റിലീസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ വിടുന്നതോട് തന്നെ അത് ആ സ്റ്റേജിലോട്ട് വരും. നമ്മൾ അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകുക, ക്രാങ്ക് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തത് പറഞ്ഞാൽ റാപ്പ് ആൻഡ് പുള്ള്. നമ്മളുടെ റോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞ മെത്തേഡ്, റോപ്പ് ഉപയോഗിച്ചിട്ട് പറഞ്ഞ മെത്തേഡ്. എ റോപ്പ് ഈസ് റാപ്ഡ് അറൗണ്ട് ദി നോച്ച്ഡ് പുള്ളി ഓൺ ദി ഫ്ലൈ വീൽ. ഫ്ലൈ വീലിലുള്ള ആ വീനോച്ച് പോലുള്ള ഫ്ലൈ വീലുള്ള പുള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റോപ്പ് എന്ത് ചെയ്യുന്നു, റാപ്പ് ചെയ്തിരിക്കുന്നു അല്ലേ, റോപ്പ് ചുറ്റുന്നു. ഇതിൽ ഈ ഫിഗറിലത്തെ നോക്കണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയിട്ടുള്ളത്. നമുക്കറിയാം ഒരു V ആകൃതിയിലുള്ള ഒരു പുള്ളിയായിരിക്കും, ഈ പുള്ളിയിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ റോപ്പ് ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കുക. റോപ്പ് V ആകൃതിയിൽ പുള്ളിയിൽ ചുറ്റിയിട്ടുണ്ടാവും. ദെൻ ടെക്നിക്ക് ജസ്റ്റ് ലൈക്ക് ഹാൻഡ് ക്രാങ്കിങ്, ദ ടിപ്പിക്കലി എൻഗേജ് ദി ഡീകംപ്രസർ ഫസ്റ്റ്. യു പുൾ ദി റോപ്പ് ടു ആൻ ഇന്റേണൽ കമ്പോണൻസ് മൂവിങ്. വൺസ് ദ റോപ്പ് ക്ലിയേഴ്സ് ദ പുൾ ആൻഡ് ദ ഡീകംപ്രസർ ക്ലോസസ്, the stored kinetic energy in the flywheel carries the engine through the first ignition cycle. ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് തന്നെയാണ് ഡീകംപ്രഷൻ ഉള്ള ടൈപ്പ് എഞ്ചിൻസിൽ അല്ലേ. ഇനി ഇത് ഡീകംപ്രഷൻ ഇല്ലാത്ത ടൈപ്പിലും നമ്മൾ റോപ്പ് പുള്ളി മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ജനറേറ്ററിൻ്റെ ഒക്കെ ഫസ്റ്റ് നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ജനറേറ്ററുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. നമ്മൾ ഓരോ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാ ജനറേറ്റർ, ഈ ജനറേറ്ററുകളൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. നമുക്കൊരു ഇലക്ട്രിക് മോട്ടർ അതുമ്പോൾ എക്സ്ട്രാ കൊടുത്തിട്ട് കറണ്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇതിൻ്റെ പർപ്പസ് തന്നെ എന്താണ്, ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് അതിൻ്റെ പർപ്പസ്. അവിടെ നമ്മൾ വീണ്ടും ഒരു ഇലക്ട്രിക് മോട്ടർ കൊടുക്കുക എന്ന് പറയുമ്പോൾ പവർ ഇല്ലാത്ത സമയത്താണ് നോർമലി ജനറേറ്റർ ഉപയോഗിക്കുക. സോ അവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും റോപ്പ് തന്നെ ആയിരിക്കും. റോപ്പ് തന്നെയാണ്. ഹാൻഡിലാവുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി ഹെവിയാണ്. അത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും കൂടി എന്ത് ചെയ്യാനുള്ളൂ, ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് ക്രാങ്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നിശ്ചിത ടൈമിൽ ഹാൻഡിൽ അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് കറങ്ങുന്ന സമയത്ത് ഫ്ലൈ വീലും ക്രാങ്കും കറങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ കടന്ന് ഹാൻഡിൽ കറങ്ങുകയും പുറത്തോട്ട് തെറിച്ച് കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതിൻ്റെ സേഫ്റ്റിൻ്റെ പ്രശ്നം നല്ല രീതിയിലുണ്ട്. സോ റോപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചുറ്റിയിട്ട് ഒറ്റ വലിച്ച് കഴിഞ്ഞാൽ റോപ്പ് കിട്ടും. സോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ക്രാങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, റോപ്പ് ക്രാങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻബിൽറ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ റോപ്പ് വരുന്നുണ്ട്. നമ്മൾ വലിച്ചാൽ മതി. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ റോപ്പ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ബൈൻഡ് ചെയ്ത് കൊണ്ട് കിടക്കും. സോ ഇതാണ് റാപ്പ് ആൻഡ് പുൾ മെത്തേഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ മെത്തേഡ്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് മോട്ടോർ വെച്ചുകൊണ്ട് ക്രാങ്ക് ചെയ്യുന്നത് അല്ലേ. നോർമലി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഫ്ലൈ വീലിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു ക്രാങ്ക് ഷാഫ്റ്റിനെ കറക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈ വീലിൻ്റെ
ഫ്ലൈ വീലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ ഒരു മോട്ടർ കൊടുത്തിട്ട് കറക്കുന്നു. ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് ആണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഇൻ ദി സിസ്റ്റം സ്റ്റാർട്ടിംഗ് മോട്ടർ ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ഫ്ലൈ വീൽ ഓഫ് ദി എഞ്ചിൻ. എ ബാറ്ററി യൂസ്ഡ് ടു സപ്ലൈ പവർ ടു ദി സ്റ്റാർട്ടിംഗ് മോട്ടർ. സ്റ്റാർട്ടിംഗ് മോട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മളൊരു ബാറ്ററിയിൽ നിന്ന് പവർ കൊടുക്കും അല്ലേ. സ്റ്റാർട്ടിംഗ് മോട്ടറിൽ ഇതിൻ്റെ ഒരു ഇഗ്നീഷൻ കോയിൽ ഉണ്ടാവും, സോളിനോയിഡ് സ്വിച്ചും ഇഗ്നീഷൻ കോയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ അസംബ്ലി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റി. ഒന്ന് തന്നെ സ്റ്റാർട്ടിംഗ് മോട്ടർ, അടുത്ത രണ്ടാമത് നമുക്ക് ഇവിടെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഇവിടെ കേട്ടോ ബാറ്ററി മാർക്ക് ചെയ്തതല്ല, ഇതാണ് ബാറ്ററി. ജസ്റ്റ് നമുക്ക് ബാറ്ററി ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാറ്ററിയിൽ നിന്ന് ഇത് നമ്മുടെ എഞ്ചിനാണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ എഞ്ചിനിൽ നിന്നുള്ള ബാറ്ററിയിൽ നിന്നുള്ള പവർ സ്റ്റാർട്ടിംഗ് മോട്ടറിലോട്ട് കൊടുക്കുന്നു. സ്റ്റാർട്ടിംഗ് മോട്ടറിലെ എൻഡിൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഒരു പിനിയൻ ഉണ്ടായിരിക്കും അല്ലേ. സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ അടുത്തൊരു പിനിയൻ ഉണ്ടായിരിക്കും. ഈ പിനിയൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പിനിയനാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലൈ വീലിൽ എൻഗേജ് ചെയ്ത് നിൽക്കുന്നത്. ഫ്ലൈ വീലിൻ്റെ പുറത്തുള്ള ഒരു ഗിയർ ഉണ്ട്. ആ ഫ്ലൈ വീലിൻ്റെ പുറത്തുള്ള ഗിയറിന് പറയുന്ന പേരാണ് റിംഗ് ഗിയർ എന്ന് പറയുന്നത് കേട്ടോ. ഫ്ലൈ വീലിൻ്റെ പുറത്തുള്ള ഗിയറിനാണ് നമ്മൾ റിംഗ് ഗിയർ എന്ന് പറയാറുള്ളത്. സോ ഇവിടെ റിംഗ് ഗിയർ ഉണ്ട്. ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഫ്ലൈ വീലിനെ ഈ ഒരു പിനിയൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. സോ സ്റ്റാർട്ടിംഗ് മോട്ടറിലേക്ക് കറണ്ട് പ്രവഹിക്കുന്ന സമയത്ത് നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ഉപയോഗിച്ച് സ്റ്റാർട്ടിംഗ് പൊസിഷനിലോട്ട് പോകുന്ന സമയത്ത് ഈ ഫ്ലൈ വീലിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എഞ്ചിനെ കറക്കുന്നു. അതിനുശേഷം സ്റ്റാർട്ടിംഗ് മോട്ടർ റിലീസ് ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രിക് മോട്ടോർ ക്രാങ്ക് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കലി ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, ക്രാങ്ക് ചെയ്യാണ്. ഇലക്ട്രിക്കലി മോട്ടോർ ഉപയോഗിച്ചിട്ട് ക്രാങ്ക് ചെയ്തിട്ടാണ് നമ്മൾ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡാണ് ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യങ്ങളാണ്, ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോപ്പിംഗ് ദി എഞ്ചിന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. നമ്മൾ ഡീസൽ എഞ്ചിൻസിൻ്റെ സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിങ്ങും ആണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോപ്പിംഗ് ഓഫ് എഞ്ചിന്, എങ്ങനെയൊക്കെ എഞ്ചിനെ സ്റ്റോപ്പ് ചെയ്യാം. ജനറലി ഡീസൽ എഞ്ചിൻസ് ആർ സ്റ്റോപ്പ്ഡ് ബൈ കട്ടിംഗ് ദ ഫ്യൂൽ സപ്ലൈ ആഫ്റ്റർ റെഡ്യൂസിങ് ദ എഞ്ചിൻ സ്പീഡ് ടു ദി മിനിമം ലെവൽ. അപ്പോൾ എഞ്ചിൻ്റെ സ്പീഡ് മിനിമം ലെവലിലോട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലേ, കുറച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഫ്യൂൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്തിട്ടാണ് ഡീസൽ എഞ്ചിനെ നിർത്തുന്നത്. നിങ്ങൾ പഴയ കാലങ്ങളിലുള്ള ഡീസൽ വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പഴയ വാഹനങ്ങളിലൊക്കെ ഡീസൽ എഞ്ചിനിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കീ ഓൺ ആക്കിയതിന് ശേഷം ഒരു ബട്ടൺ ഉപയോഗിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ബസ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ എല്ലാം ഇഗ്നിഷൻ കീമെന്ന് തന്നെ സ്റ്റാർട്ടിംഗ് ആയിട്ട് മാറി. പണ്ട് ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതേമാതിരി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിവർ ആയിരുന്നു കൊടുത്തിരുന്നത്. വാഹനങ്ങളിലൊക്കെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിവർ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് എന്താവുന്നു, എഞ്ചിന് കട്ടാവുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട് അല്ലേ. ലിവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നു. ഡീസൽ എഞ്ചിൻസൊക്കെ ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിൻസൊക്കെ ലിവർ ഉപയോഗിച്ച് വലിക്കുന്ന സമയത്ത് എന്താണ്, ആ ഫ്യൂവലിനെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലൂടെ വരുന്ന ഫ്യൂവലിനെ കട്ട് ചെയ്യാണ് വരുന്നത്. ആ കട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫ്യൂൽ എഞ്ചിനുള്ളിലോട്ട് ഫ്യൂൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കംപ്രഷൻ നടക്കൂല. എഞ്ചിൻ എന്ത് ചെയ്യുന്നു, മിസ്സിങ് വന്നിട്ട് കട്ടാവുന്നു. നമ്മൾ ചില സമയത്ത് വലിച്ച് കുറച്ച് കഴിഞ്ഞേക്ക് നമ്മളൊന്ന് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ എഞ്ചിൻ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ബൈ കട്ടിങ് ഓഫ് ദി ഫ്യൂൽ സപ്ലൈനെ കട്ട് ചെയ്തിട്ടാണ് ഒന്ന് നിർത്തുന്ന മെത്തേഡ് എന്നാണ്. അടുത്തത് ക്ലോസ് ദ അനദർ മെത്തേഡ് ഓഫ് സ്റ്റോപ്പിംഗ് ഡീസൽ എഞ്ചിൻ ബൈ ഡീകംപ്രഷൻ ലിവർ ക്ലോസ് ചെയ്യാതെ കംപ്രഷൻ എന്ത് ചെയ്യുക, ലീക്ക് ഔട്ട് ചെയ്യുക. അവിടെ കംപ്രഷൻ നടന്നാലല്ലേ അടുത്ത കംപ്രഷൻ പവർ സ്ട്രോക്ക് കാര്യങ്ങൾ ലഭിക്കുള്ളൂ. സോ കംപ്രഷൻ എന്ത് ചെയ്യുക, ലീക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ ഒരു പ്രോപ്പറായിട്ട് എഞ്ചിനുള്ള ഒരു കംപ്രഷൻ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഞ്ചിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോപ്പിംഗ് ഓഫ് എഞ്ചിൻസിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഇതിലുള്ളത് ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യുന്ന എഞ്ചിൻസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ് ആണ്. നമ്മൾ ഐസി എഞ്ചിൻസിന്റെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിലും എഞ്ചിനിൽ ഉപയോഗിക്കുന്ന കുറച്ചധികം ടെക്നിക്കൽ ടേംസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ പഠിക്കാനുണ്ട്. സോ അതിൽ നമുക്ക് ഓരോരോ ടോപ്പിക് ബേസ് ചെയ്തിട്ട് ഓരോരോ ടേംസ് ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് TDC ആണ്. TDC അത് നമ്മളെന്ന് പറയുന്നു, ടോപ്പ് ഡെഡ് സെന്റർ എന്നാണ് പറയുന്നത് കേട്ടോ. TDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡെഡ് സെന്റർ, TDC. ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് പറയേണ്ടതാണ് BDC എന്ന് പറഞ്ഞാൽ ബോട്ടം ഡെഡ് സെന്റർ. ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. നമ്മൾ ഒരു എഞ്ചിൻ്റെ സിലിണ്ടറിനെ കൺസിഡർ ചെയ്യാം. ഞാൻ ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് നോട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു എഞ്ചിൻ്റെ സിലിണ്ടറിനെ കൺസിഡർ ചെയ്യാം. എഞ്ചിൻ്റെ സിലിണ്ടർ കൺസിഡർ ചെയ്ത സമയത്ത് നമ്മൾ ഈ സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യും. സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ മുകളിലോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, താഴോട്ടും മൂവ് ചെയ്യും. റെസിപ്രോഗേറ്റീവ് മോഷനാണ്. പിസ്റ്റൺ എപ്പോഴും സിലിണ്ടറിൻ്റെ അകത്ത് റെസിപ്രോഗേറ്റീവ് മോഷനാണ്.
അല്ലെങ്കിൽ നമുക്ക് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയാം. മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയാം. നമ്മൾ റെസിപ്രോഗേറ്റീവ് മോഷനാണ് പറയുന്നത്. സോ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ എത്തുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും. പിസ്റ്റൺ മുകളിൽ മൂവ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ എത്തുന്ന പൊസിഷൻ. ആ സമയത്തുള്ള ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, TDC എന്ന് പറയുന്നത്. പിസ്റ്റന്, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് ആ സമയത്തുള്ള പൊസിഷൻ, അതായത് പിസ്റ്റൺ ഏറ്റവും മുകളിലെത്തുന്ന, പിസ്റ്റൻ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് നാണ്ടു പോകുന്ന പിസ്റ്റൻ ഏറ്റവും മുകളിലെത്തുന്ന ആ പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, TDC എന്ന് പറയുന്നത്. ടോപ്പ് ഡെഡ് സെന്റർ. ടോപ്പ് ഡെഡ് സെന്റർ, ഡെഡ് സെന്റർ. അതിന്റെ അപ്പുറത്തോട്ട് പിന്നെ പോകില്ല പിസ്റ്റന്, എൻഡാണ്, അതാണ് ഏറ്റവും എൻഡ്. അപ്പോൾ TDC, ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ കേട്ടോ പറയുന്നത്, പിസ്റ്റന്റെ പൊസിഷനെ അല്ല, ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ. പക്ഷെ നമ്മളിപ്പോൾ എഴുതുന്ന സമയത്തൊക്കെ ഇവിടെ TDC എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹൈഫ് ഇട്ടിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ TDC എന്നാണ് എഴുതുക. ദെൻ നെക്സ്റ്റ് BDC എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ഇതിന്റെ ഏറ്റവും ബോട്ടം അല്ലെ, പിസ്റ്റൻ താഴോട്ട് സഞ്ചരിച്ച് പിസ്റ്റൻ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിസ്റ്റൻ നിൽക്കുകയാണെങ്കിൽ ആ സമയത്തുണ്ടാവുന്ന ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, BDC എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, BDC എന്ന് പറയുന്നത്. സോ TDC എന്താ, BDC എന്താ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നോക്കാം എന്താണ് TDC. ദിസ് refers to the position of the crankshaft when the piston is at the topmost position. അല്ലേ, പൊസിഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് when the piston is in its topmost position. The piston close to the cylinder head. സിലിണ്ടർ ഹെഡിനോട്ട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന സമയത്തുള്ള ആ പൊസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, TDC എന്ന് പറയുന്നത്. അടുത്തത് BDC. This refers to the position of the crankshaft when the piston is at in lowest position. The position of its lowest position. Lowest position ഉണ്ടാവുന്ന ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, BDC എന്ന് പറയുന്നത് അല്ലേ. പൊസിഷൻ ഫാർദസ്റ്റ് ഫ്രം ദി സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡിൽ നിന്ന് ഏറ്റവും വിട്ട് നിൽക്കുന്ന ആ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, BDC എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ TDCയും BDCയും പിസ്റ്റന് ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊസിഷന്, പിസ്റ്റൻ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷനാണ് TDC എന്ന് പറയുന്നത്. പിസ്റ്റൻ ഏറ്റവും താഴെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, BDC എന്ന് പറയുന്നത്. ഇപ്പോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ഒക്കെ പറയുന്ന സമയത്ത് പിസ്റ്റൻ TDCയിൽ നിന്നും BDCയിലേക്ക് സഞ്ചരിച്ചു, പിസ്റ്റൻ BDCയിൽ നിന്നും TDCയിലേക്ക് സഞ്ചരിച്ചു, അങ്ങനെ നമ്മൾ പറയാം, മൂവ് ചെയ്തു എന്നാണ് പറയാം. മുകളിൽ നിന്ന് താഴോട്ട് പോയി, താഴ്ന്ന് മുകളിലോട്ട് പോയി എന്ന് പറയുന്നേക്കാളും ഇങ്ങനെയാണ് പറയാം കേട്ടോ. ഇത് നെക്സ്റ്റ് അടുത്ത രണ്ട് ടേംസ് ഞാനൊരു സെറ്റായി പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ അതിനൊരു ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു സാധനമാണ് ബോർ, അതേപോലെ തന്നെ സ്ട്രോക്ക്. ബോർ, സ്ട്രോക്ക്. ഒരു സിലിണ്ടറിൽ ഒരു പിസ്റ്റന്റെ ഡയമീറ്ററിനെ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോർ എന്ന് പറയുന്നത്. ഒരു പിസ്റ്റന്റെ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോർ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഇനി ഇതൊരു ടോപ്പിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പിസ്റ്റൻ ഇവിടെ ഉണ്ടെങ്കിൽ ആ പിസ്റ്റന്റെ ഈ ഒരു ഡയമീറ്ററിനെ നമ്മൾ എന്ത് പറയുന്നത്, ബോർ എന്ന് പറയുന്നത്. സിലിണ്ടർ ബോർ അത് ഏകദേശം ഈക്വൽ ആയിരിക്കും, ചെറിയൊരു മാറ്റം ഉണ്ടാകുക, 1 മില്ലിമീറ്റർ മാറ്റമായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇതാണ് എന്ത് പറയുന്നത്, പിസ്റ്റന്റെ പിസ്റ്റൻ ഒരു പിസ്റ്റൻ അല്ല, ഒരു സിലിണ്ടറിന്റെ ബോർ എന്ന് പറയുന്നത്. ഒരു സിലിണ്ടറിന്റെ ബോർ എന്ന് പറയുന്നത് ഇതാണ്. ദെൻ നെക്സ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു പിസ്റ്റന് TDCയിൽ നിന്ന് BDCയിലോട്ട് സഞ്ചരിക്കും. പിസ്റ്റൻ TDCയിൽ നിന്ന് BDCയിലോട്ട് സഞ്ചരിക്കും. അപ്പോൾ പിസ്റ്റൻ TDCയിൽ നിന്ന് BDCയിലോട്ട് സഞ്ചരിക്കുന്ന ഈ ഒരു ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ദൂരത്തെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ പിസ്റ്റൻ TDCയിൽ നിന്ന് BDCയിലോട്ട് സഞ്ചരിക്കാം, അല്ലെങ്കിൽ പിസ്റ്റന് BDCയിൽ നിന്ന് TDCയിലോട്ട് സഞ്ചരിക്കാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ BDCയിൽ നിന്ന് TDCയിലോട്ട് സഞ്ചരിക്കുന്ന ആ ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. സോ നോക്കാം എന്താണ് ബോർ, സ്ട്രോക്ക് എന്ന്. ഡയമീറ്റർ ഓഫ് ദി എഞ്ചിൻ സിലിണ്ടർ ഈസ് റെഫേർഡ് ആസ് ബോർ. ഒരു എഞ്ചിൻ സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്ട്രോക്ക്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പിസ്റ്റൻ ഇൻ ദ മൂവിങ് ഫ്രം TDC ടു BDC ഈസ് കാൾഡ് സ്ട്രോക്ക്. അപ്പോൾ ഒരു പിസ്റ്റൻ ഒരു BDC നിന്ന് ഒരു TDCയിലോട്ട് മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്തു. 2 തവണ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്തു. സോ സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ ബോർ എന്ന് പറയുന്നത്. പിസ്റ്റൻ TDC നിന്ന് BDCയിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലിയറൻസ് വോളിയം, പിസ്റ്റൻ ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് 3 വോളിയങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഇവിടെ ഫിഗറിൽ നിന്ന് പറയാം, അതിന് ശേഷം നമുക്ക് നോട്ടിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഒരു സാധനമാണ് ക്ലിയറൻസ് വോളിയം. രണ്ടാമത് നമുക്ക് പഠിക്കേണ്ട സാധനമാണ് സെപ്റ്റ് വോളിയം. മൂന്നാമത് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് ടോട്ടൽ വോളിയം. ഈ 3 കാര്യങ്ങൾ. സോ ഫസ്റ്റ് ആണ് ക്ലിയറൻസ് വോളിയം. പിസ്റ്റൻ TDC നിൽക്കുന്ന സമയത്ത്, പിസ്റ്റൻ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയമാണല്ലോ പിസ്റ്റൻ TDC നിൽക്കുന്ന സമയം എന്ന് പറയുന്നത്. ആ പിസ്റ്റൻ ഏറ്റവും മുകളിൽ നിൽക്കണം. ഈ സമയത്ത് നമുക്കിവിടെ സിലിണ്ടറിന്റെ പിസ്റ്റൻ മുകളിൽ നിൽക്കുമല്ലോ. ഈ മുകളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് ചെറിയ രീതിയിലൊരു വോളിയം ഉണ്ടാവും. സിലിണ്ടറിന് മുകളിലൊരു വോളിയം ഉണ്ടാവും. ഈ വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. പിസ്റ്റൻ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്, ആ ചെറിയ അളവായിരിക്കും കേട്ടോ.
ആ വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. പിസ്റ്റൺ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഇനി പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് സഞ്ചരിച്ച് പിസ്റ്റൺ ബി ഡി സിയിലെത്തി. അപ്പോൾ ഇവിടെ കുറേ ഇതിൻ്റെ ഉള്ളിൽ വോളിയം കൂടിയല്ലോ, ഇവിടെ എക്സ്ട്രാ വോളിയം വന്നല്ലോ. ഈ വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ഈ വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ഈ ക്ലിയറൻസ് വോളിയം ടോട്ടൽ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് പറയുന്നത് ടോട്ടൽ ക്ലിയറൻസ് വോളിയം സ്വെപ്റ്റ് വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് പറയുന്നത് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. സോ പിസ്റ്റൺ ടി ഡി സിയിൽ ആയിരിക്കുന്ന സമയത്ത് അതിന്റെ മുകളിലുണ്ടാകുന്ന വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. പിസ്റ്റൺ ടി ഡി സിയിൽ നിന്നും ബി ഡി സിയിലേക്ക് സരിക്കുമ്പോൾ അതിനുള്ളിൽ ഉണ്ടാകുന്ന വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. സ്വെപ്റ്റ് വോളിയം, ഈ സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പിസ്റ്റൺ മൂവ് ചെയ്തിന് നമുക്ക് വേണമെങ്കിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്നും പറയാറുണ്ട് കേട്ടോ. പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്നും പറയാറുണ്ട്. പിസ്റ്റന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, പിസ്റ്റൺ ഇവിടെ നിന്ന് ഇവിടോട്ട് മാറി, അതാണ് പിസ്റ്റന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. The volume of the cylinder, including the combustion chamber, above the piston when it is in the TDC position is referred as clearance volume. The volume of the cylinder, including the combustion chamber. ഈ സിലിണ്ടറിന്റെ വോളിയം ഓഫ് ദി സിലിണ്ടർ ഇൻക്ലൂഡിങ് കമ്പസ്റ്റിംഗ് ചേംബറിന്റെ വോളിയമിന് കൂട്ടിയിട്ടുള്ള പിസ്റ്റൺ ടി ഡി സിയിലായി നിൽക്കുന്ന സമയത്തുള്ള വോളിയത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. Then piston displacement എന്ന് പറയുന്നത് it is the volume swept by the piston in moving from TDC to BDC. പിസ്റ്റൺ ടി ഡി സിയിൽ നിന്നും ബി ഡി സിയിലേക്ക് മൂവ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ വോളിയം അല്ലേ, അവിടെ പിസ്റ്റൺ വലിച്ചെടുക്കുന്ന സക്ക് ചെയ്തെടുക്കുന്ന ആ വോളിയത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ഈ സ്വെപ്റ്റ് വോളിയം കണ്ടെത്താനെന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിന്റെ ബോർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡയമീറ്റർ ബോർ ഡി ആണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ ബോറിന്റെ ഡയമീറ്റർ ഡിയും സ്ട്രോക്കിന്റെ അളവ് അതായത് സ്ട്രോക്ക് ലെങ്ത് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത് നമുക്ക് എസ് ആണെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വി എസ് ഈസിക്കൽ ടു π/4 d സ്ക്വയർ എസ് π/4 d സ്ക്വയർ എക്സ്. ഇത് ചില സമയങ്ങളിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ബോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡി തരും, അതേപോലെ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് സ്ട്രോക്ക് ലെങ്ത് എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലും തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ മാറുക π/4 d സ്ക്വയർ എൽ എന്നുള്ള രീതിയിലും ഉപയോഗിക്കാറുണ്ട്. ഇത് എന്താണ് സ്വെപ്റ്റ് വോളിയം പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം. ക്ലിയർ ആണല്ലോ, ക്ലിയറൻസ് വോളിയം സ്വെപ്റ്റ് വോളിയം. ഈ ടോട്ടൽ വോളിയം എന്താണെന്ന് പറയണ്ടല്ലോ, അതായത് സ്വെപ്റ്റ് വോളിയവും അത് പിസ്റ്റൺ ബി ഡി സിയിലാവുന്ന സമയത്ത് ഇതിന് മുകളിൽ മൊത്തം വോളിയത്തെയാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. അതായത് ക്ലിയറൻസ് വോളിയം സ്വെപ്റ്റ് വോളിയം കൂടിയും ആഡ് ചെയ്തതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എഞ്ചിൻ കപ്പാസിറ്റി നമ്മൾ സി സി എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ, എഞ്ചിന്റെ കപ്പാസിറ്റി ക്യൂബിക് കപ്പാസിറ്റി ഓഫ് എഞ്ചിൻ എന്നുള്ള രീതിയിൽ. ദിസ് ഈസ് ദ ടോട്ടൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് ഓർ സ്വെപ്റ്റ് വോളിയം ഓഫ് ആൾ സിലിണ്ടർ. നമുക്ക് ഒരൊറ്റ സിലിണ്ടർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടെത്താൻ സ്ട്രോക്ക് വോളിയം ഈസിക്കൽ ടു π/4 d സ്ക്വയർ സ്ട്രോക്കിന് എസ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എസ്. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ, ഒറ്റ സിലിണ്ടറാണ്. പക്ഷെ നമ്മളൊരു എഞ്ചിനിൽ മൾട്ടിപ്പിൾ സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക, 4 സിലിണ്ടർ ഉണ്ട്, ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, രണ്ടാമത്തെ ഒരു സിലിണ്ടർ ഉണ്ട്, മൂന്നാമത്തെ ഒരു സിലിണ്ടർ, 3 വരച്ചപ്പോൾ തൽക്കാലം 3 സിലിണ്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. 3 സിലിണ്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇതിന്റെ ഒരു എഞ്ചിനിൽ 3 സിലിണ്ടർ ഉണ്ട്, ഒരു എഞ്ചിനാണ് 3 സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ വോളിയം കൂട്ടേണ്ടി വരും, ഇതിന്റെ വോളിയം കൂട്ടേണ്ടി വരും, ഇതിന്റെ വോളിയം കൂട്ടേണ്ടി വരും അല്ലേ. അപ്പോൾ എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ സോ ഇൻറ്റു എൻ, സ്ട്രോക്ക് വോളിയം ഇൻറ്റു എൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, ടോട്ടൽ സ്വെപ്റ്റ് വോളിയത്തിന് എത്ര സിലിണ്ടർ ആണോ ആ സിലിണ്ടറിനനുസരിച്ച് അല്ലേ ഇൻറ്റു എൻ ആയിരിക്കും വരിക. അതാണ് എഞ്ചിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു എഞ്ചിന്റെ മൊത്തം കപ്പാസിറ്റി അല്ല ഇതിലെ സ്ട്രോക്ക് വോളിയം ഇതിന്റെ സ്ട്രോക്ക് വോളിയം കൂട്ടിയതായിരിക്കും എന്നുള്ളത് എഞ്ചിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞ ടി ഡി സി എന്താണ്, ബി ഡി സി എന്താണെന്നാണ്. അതോടൊപ്പം തന്നെ പിന്നെ പറഞ്ഞത് ബോർ സ്ട്രോക്ക് രണ്ടും ഒരേ, ടി ഡി സിയും ബി ഡി സിയും പഠിക്കുമ്പോൾ ഒന്നിച്ച് പഠിക്കുക, ബോർ സ്ട്രോക്കും പഠിക്കുമ്പോൾ ഒന്നിച്ച് പഠിക്കുക, ദെൻ വോളിയങ്ങൾ പഠിക്കുമ്പോൾ ഒന്നിച്ച് പഠിക്കുക. അതായത് ക്ലിയറൻസ് വോളിയം, സ്വെപ്റ്റ് വോളിയം, ടോട്ടൽ വോളിയം. ഈ ക്ലിയറൻസ് വോളിയം, സ്വെപ്റ്റ് വോളിയം, ടോട്ടൽ വോളിയം പഠിച്ചാൽ അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ എന്താണ് ഈ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ നെക്സ്റ്റ് നമുക്ക് അടുത്ത് പഠിക്കേണ്ട ഒരു ടെക്നിക്കൽ ടേം ആണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് പഠിക്കേണ്ട ആണ് ഒരു കംപ്രഷൻ റേഷ്യോ. എന്താണ് ഒരു കംപ്രഷൻ റേഷ്യോ എന്നുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യാനില്ല, ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു ITI ലെവൽ എക്സാമുകളിൽ കൂടുതൽ കണ്ടിട്ടില്ല, അല്ലാത്ത എക്സാമുകളിലൊക്കെ നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നോക്കാം, എന്നാലേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്ന് പഠിച്ചിട്ട് പോകാം. സോ എന്താണ് കംപ്രഷൻ റേഷ്യോ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് the extent which the charge in the engine is compressed. This is calculated as a ratio of
വോളിയം എബോവ് ദി പിസ്റ്റൺ അറ്റ് ബി ഡി സി, വോളിയം എബോവ് ദി പിസ്റ്റൺ അറ്റ് ടി ഡി സി. ഞാനിവിടെ ഒരു എഞ്ചിൻ വരക്കാം, എഞ്ചിൻ്റെ ഒരു ഒരു സിലിണ്ടർ വരക്കാം. സിലിണ്ടറിൽ ഞാൻ ഇവിടെ സിലിണ്ടർ വരച്ചു, ഇവിടെ പിസ്റ്റൺ വരച്ചു. ഇത് പിസ്റ്റൺ ടി ഡി സിയിലാണ് നിൽക്കുന്നത്, കേട്ടോ. പിസ്റ്റൺ ടി ഡി സിയിലാണ് നിൽക്കുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് മാത്രമാണ് പിസ്റ്റൺ ബി ഡി സിയിൽ നിൽക്കുന്നത്. ഇവിടെയാണ് ബി ഡി സി എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 വാൾവ് ഉണ്ട്, ഇൻലെറ്റ് വാൾവ്, എക്സോസ്റ്റ് വാൾവ് ഉണ്ട്. എഞ്ചിൻ്റെ ബേസിക് ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുന്ന പ്രതീക്ഷയിലാട്ടോ ഈ പറയുന്നത്. സോ എഞ്ചിന് പിസ്റ്റന് ടി ഡി സിന്ന് ബി ഡി സിയിലോട്ട് മൂവ് ചെയ്യുമല്ലോ. സെക്ഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് പിസ്റ്റൺ ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലിയറൻസ് വോളിയത്തിലും അതേമാതിരി തന്നെ ഈ സെപ്റ്റ് വോളിയത്തിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും? ചാർജ് നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതായത് ഇവിടെ ക്ലിയറൻസ് വോളിയം ഉണ്ട്, ഇവിടെ സെപ്റ്റ് വോളിയം ഉണ്ട്. ഇതിൽ ഫുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ എയർ ഫിൽ മിക്സ്ചറോ അല്ലെങ്കിൽ എയറോ നിറഞ്ഞിട്ടുണ്ടാവും. സോ ദെൻ സെക്കൻഡ് സ്ട്രോക്ക്, സെക്ഷൻ കഴിഞ്ഞ് സെക്കൻഡ് സ്ട്രോക്ക് കംപ്രഷൻ എത്തുന്ന സമയത്ത് പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ ഈ സാധനത്തിന് മൊത്തം എന്ത് ചെയ്യുന്നു? ഇവിടെ ഉള്ള ഈ ഒരു ക്ലിയറൻസ് വോളിയത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. ഈ ക്ലിയറൻസ് വോളിയത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. അവിടെ ഒരു കംപ്രസ് ചെയ്ത് വെക്കുകയാണ്. അപ്പം അങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കുന്ന സമയത്ത് എത്രത്തോളം ഈ ഒരു ഇതിലേക്ക് കയറിയ ചാർജിനെ എത്രത്തോളം കംപ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു എഞ്ചിൻ്റെ കഴിവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ദിസ് ഇൻഡിക്കേറ്റ്സ് the extent which the charge in the engine is compressed. Charge in the engine is compressed. ഒരു എഞ്ചിനിലുള്ള ചാർജ് എത്രത്തോളം കംപ്രസ് ആകും എന്നുള്ളതിലെ കംപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയം എബോവ് ദി പിസ്റ്റൺ അറ്റ് ബി ഡി സി. ബി ഡി സിയിലാവുന്ന സമയത്ത് വോളിയം എബോവ് ദി പിസ്റ്റൺ, പിസ്റ്റൻ്റെ മുകളിലെ വോളിയം ഏതാ? വി എസ് പ്ലസ് വി സി. അത് ടു ദി വോളിയം എബോവ് ദി പിസ്റ്റൺ ടി ഡി സി. ടി ഡി സിയിൽ നിൽക്കുന്ന സമയത്ത് വോളിയം പിസ്റ്റൻ്റെ മുകളിലോട്ടുള്ള വോളിയം ഏതാ? വി സി അല്ലേ? അതായത് സ്ട്രോക്ക് വോളിയം പ്ലസ് കംപ്രഷൻ വോളിയം, സ്ട്രോക്ക് വോളിയം പ്ലസ് കംപ്രഷൻ വോളിയം ബൈ കംപ്രഷൻ വോളിയം. സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ബൈ ക്ലിയറൻസ് വോളിയം കേട്ടോ. കംപ്രഷൻ അല്ല, ക്ലിയറൻസ് ആണ്, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഇനി ഇതിന് വേറൊരു ഇക്വേഷൻ ആയിട്ട് കൂടി നമുക്ക് എഴുതാൻ പറ്റും. ഈ വി സിയും സെയിം ആയതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ 1 - VS ബൈ വി സി എന്നുള്ള രീതിയിലും എഴുതാറുണ്ട് കേട്ടോ. 1 + VS ബൈ വി സി എന്നുള്ള രീതിയിലും എഴുതാറുണ്ട്. കംപ്രഷൻ റേഷ്യോ ഇത് ഈ ഒരു ക്ലിയറൻസ് വോളിയം കാര്യങ്ങൾ എന്താ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതേപോലെ തന്നെ കംപ്രഷൻ റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇതിൽ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ക്വസ്റ്റ്യനിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും കംപ്രഷൻ റേഷ്യോ. എല്ലാ സമയത്തും പെട്രോൾ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ ചെറുതും ഡീസൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ വലുതുമായിരിക്കും. സോ പെട്രോൾ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ അറൗണ്ട് 8 to 10 ആണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബുക്സിലും മാറാറുണ്ട്. നമുക്കൊരു അപ്രോക്സിമേറ്റേ പറയാൻ പറ്റുള്ളൂ. 8 to 10 കണ്ടിട്ടുണ്ട്, ഞാൻ 9 to 12 കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. സോ അറൗണ്ട് 8 to 10, 9 to 12 ഈ റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ആയിരിക്കും? പെട്രോൾ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ ആയിരിക്കും. ഡീസൽ എഞ്ചിൻ്റെ സമയത്ത് വരുന്ന സമയത്ത് അറൗണ്ട് 15 to 24, 15 to 20, 26 ആ റേഞ്ചിലൊക്കെ വരും. അല്ലെങ്കിൽ അതിൽ 16 to 22 എന്നുള്ള രീതിയിലൊക്കെ കാണാറുണ്ട്. ഒരു ബുക്കിൽ 16 to 22 കണ്ടിട്ടുണ്ട്, 16 to 22 കണ്ടിട്ടുണ്ട്. സോ അറൗണ്ട് 15 എബോവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലേ, 15 എബോവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് ദ കംപ്രഷൻ റേഷ്യോ ഫോർ ദി ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിന് പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് കംപ്രഷൻ റേഷ്യോ കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഇതാണ് കംപ്രഷൻ റേഷ്യോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ബൈ സ്ട്രോക്ക് വോളിയം. കംപ്രഷൻ റേഷ്യോ സ്മാൾ ലെറ്റർ R കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. കംപ്രഷൻ റേഷ്യോ സ്മാൾ ലെറ്റർ R കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അടുത്തത് പവറിലോട്ട് പോവുകയാണ്. പവർ, നമുക്ക് ഒരു എഞ്ചിൻ്റെ പവർ ഞാൻ പറയാറുണ്ട് അല്ലേ. എന്താണ് പവർ എന്ന് പറയുന്നത്? നമ്മൾ നോർമലി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വർക്ക് ഡൺ ബൈ ടൈം അല്ലേ. ഒരു നിശ്ചിത ടൈമിൽ എത്രത്തോളം വർക്ക് ഡൺ ചെയ്യുന്നുണ്ട് തന്നെയാണ് അല്ലേ. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ദ ഗിവൺ പീരിയഡ് ഓഫ് ടൈം അല്ലേ. ഒരു ഗിവൺ പീരിയഡ്, ഒരു നിശ്ചിത തന്നിട്ടുള്ള പീരിയഡിൽ എത്ര വർക്ക് ഡൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് ഡൺ ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഡൂയിങ് ദി സെയിം എമൗണ്ട് ഓഫ് ദി വർക്ക് ഈസ് ലെസ്സർ വുഡ് റിക്വയർ മോർ പവർ. ഒരു സെയിം വർക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ പവർ ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ അല്ലേ, അതിനാണ് അതിനെ പറയുന്നത്. ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പവർ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും ഒരു വർക്ക് ചെയ്യണമെങ്കിൽ. ഇനി പവറിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റഡ് പവർ, ബ്രേക്ക് പവർ, ഫ്രിക്ഷൻ പവർ. 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റഡ് പവർ, അതേപോലെ തന്നെ ബ്രേക്ക് പവർ, അതേപോലെ തന്നെ ഫ്രിക്ഷൻ പവർ.
BP, FB എന്നാണ് നോർമലി പറയുന്നത്. എന്താണ് ഇൻഡിക്കേറ്റർ പവർ, എന്താണ് ബ്രേക്ക് പവർ, എന്താണ് ഫ്രിക്ഷൻ പവർ എന്നുള്ള നമ്മൾ പറയാൻ പോകുന്നത്. 3 അപ്പോൾ പവർ പഠിക്കുന്ന സമയത്ത് ഈ 3 പവറുകൾ ഒന്നിച്ച് പഠിച്ചിട്ട് പോകുക. ഇൻഡിക്കേറ്റർ പവർ എന്താണ്, ബ്രേക്ക് പവർ എന്താണ്, ഫ്രിക്ഷൻ പവർ എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോകുക. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ പവർ IP എന്ന് പറയുന്നത് എന്തായിരിക്കും ഇൻഡിക്കേറ്റർ പവർ? ദ പവർ ഡെവലപ്ഡ് വിത്തിൻ ദ എഞ്ചിൻ സിലിണ്ടർ. ദ പവർ ഡെവലപ്ഡ് within the engine cylinder is called indicator power. The power developed within the engine cylinder is called indicator power. This is calculated from the area of the engine indicator diagram. It is usually expressed in kilowatt. It is usually expressed in kilowatt. അത് പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ ഈസ് കാൾഡ്. ഒരു എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റർ പവർ എന്നാണ്. ഒരു എഞ്ചിന്റെ സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിന്റെ അകത്ത് പിസ്റ്റണൊക്കെ മൂവ്മെന്റ് ഉണ്ടായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബ്രേക്ക് പവർ. ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ആക്ച്വൽ പവർ ഡെവലപ്ഡ് അറ്റ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. ദിസ് ഈസ് ദ ആക്ച്വൽ പവർ ഡെവലപ്ഡ് അറ്റ് ദി ക്രാങ്ക് ഷാഫ്റ്റ്, ഡെലിവേർഡ് അറ്റ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത്, എഞ്ചിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റർ പവർ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഉൽപ്പാദിപ്പിക്കുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഈ ഇൻഡിക്കേറ്റഡ് പവറിൽ നിന്നും നമുക്ക് ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ക്രാങ്ക് ഷാഫ്റ്റിൽ ബ്രേക്ക് എന്നാണ് പറയുന്നുണ്ടെങ്കിലും തോന്നുന്നു നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൽ നമുക്ക് പവർ ഔട്ട് സൈഡ് എടുക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റിൽ നമുക്ക് എത്രയാണോ പവർ ഡെലിവറി ചെയ്യുന്നത് ആ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. ഇത് ഫ്രിക്ഷൻ പവറും അതിൻ്റെ ലോസസ് ഒക്കെ കുറച്ചതിന് ശേഷമുള്ള പവർ ആയിരിക്കും. It is obtained by deducting the various power losses in the engine from the indicated power. It is measured with a dynamometer and expressed in kilowatt. ഡൈനാമോമീറ്റർ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ലാബിലൊക്കെ ബ്രേക്ക് പവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു റോപ്പ് ഡ്രം ബ്രേക്ക് ഡൈനാമോമീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത്. സോ ദിസ് ഈസ് ദ ആക്ച്വൽ പവർ ഡെലിവേർഡ് ഇൻ ദ ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് കാൾഡ് ബ്രേക്ക് പവർ. നമുക്ക് ഫ്രിക്ഷനൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ബാക്കി പവറിനാണ് ഇത് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞാൽ ഫ്രിക്ഷൻ പവർ ആണ്. ഫ്രിക്ഷൻ പവർ എന്ന് പറയുന്നത് പവർ ലോസ്റ്റ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻസൈഡ് ദ എഞ്ചിൻ. എഞ്ചിൻ്റെ അകത്തുള്ള ഫ്രിക്ഷനും കാര്യങ്ങൾ കൊണ്ടൊക്കെ പവർ ലോസ് ആവുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ പവർ എന്ന് പറയുന്നത്, FP എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ പവർ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ IP ആൻഡ് BP. നമുക്ക് IP കണ്ടെത്താൻ BP FP കൂട്ടിയാൽ മതി. ഈ ക്വസ്റ്റൻ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കട്ടോ. FP കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ IP BP കുറച്ചാൽ മതി അല്ലേ. ഫ്രിക്ഷൻ പവർ എത്രയാണ് നമുക്ക് നഷ്ടപ്പെട്ടെന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ എഞ്ചിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിച്ച പവറിൽ നിന്നും നമുക്ക് ലാസ്റ്റ് കിട്ടിയ പവർ കുറച്ചാൽ മതി. നമുക്ക് ബ്രേക്ക് ഡ്രം അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടുന്ന പവർ കുറച്ചാൽ മതി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. ബ്രേക്ക് പവർ അതിനെ കുറച്ചതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിക്ഷൻ പവർ എന്ന് പറയുന്നത്. സോ IP BP FP എന്നുള്ള റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ ഇൻഡിക്കേറ്റർ പവർ. ഫ്രിക്ഷൻ പവർ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിക്കേറ്റർ പവറിനേക്കാളും ലെസ് ദാൻ ആയിരിക്കും ഡ്യൂ ടു ദി ഫ്രിക്ഷൻ ആൻഡ് പമ്പിംഗ് ലോസസ് ഇൻ ദ സിലിണ്ടേഴ്സ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു മൂന്ന് പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് ടോട്ടൽ പവറിനെ ഇൻഡിക്കേറ്റർ പവർ, ബ്രേക്ക് പവർ, ഫ്രിക്ഷൻ പവർ എന്താണ് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എഫിഷ്യൻസി മൂന്ന് ടൈപ്പ് എഫിഷ്യൻസികളെ കുറിച്ച് പറയാനുണ്ട്. ഫസ്റ്റ് വൺ പറഞ്ഞാൽ മെക്കാനിക്കൽ എഫിഷ്യൻസി, രണ്ടാമത് തെർമൽ എഫിഷ്യൻസി, അതേപോലെ തന്നെ വോളിയോമെട്രിക് എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി അതേപോലെ തന്നെ തെർമൽ, വോളിയോമെട്രിക്, 3 തരം എഫിഷ്യൻസിയെ കുറിച്ചാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഫിഷ്യൻസി. എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ BP/IP. BP നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവർ അല്ലെ. മെക്കാനിക്കലി അതിൻ്റെ എഫിഷ്യൻസി നോക്കുന്നത് പറഞ്ഞാൽ ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവർ. ഈ എഫിഷ്യൻസി നമ്മൾ പെർസെൻറ്റേജിൽ പറയുമ്പോൾ നമുക്ക് നോർമലി എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചേർക്കണം. BP/IP ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. തെർമൽ എഫിഷ്യൻസി പറയുമ്പോൾ റേഷ്യോ ഓഫ് വർക്ക് ഔട്ട്പുട്ട് ടു ഹീറ്റ് സപ്ലൈഡ്. നമ്മൾ എത്രത്തോളം വർക്കാണോ നമുക്ക് കിട്ടിയത്. തെർമൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് സപ്ലൈഡ് നമ്മൾ QS എന്നാണ് നോർമലി കൊടുക്കാറുള്ളത്. വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് ആക്ച്വൽ എയർ ഇൻടേക്ക് ടു തിയററ്റിക്കൽ എയർ ഇൻടേക്ക്. ആക്ച്വൽ എയർ ഇൻടേക്ക് ടു തിയററ്റിക്കൽ എയർ ഇൻടേക്ക്, അതാണ് വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി ചെറിയ കുറച്ച് ടെക്നിക്കൽ ടേംസ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ്
എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത്. എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത് എയർ ഫ്യൂൽ മിക്സ് ചെയ്യുന്ന റേഷ്യോ. നമ്മളൊരു പെട്രോൾ എഞ്ചിൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്ഷൻ സ്ട്രോക്കിൽ അല്ലെങ്കിൽ നമ്മളുടെ എഞ്ചിൻ്റെ അകത്തോട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് എയറും ഫ്യൂലും കൂടി മിക്സ് ചെയ്താണ്. എയറും പെട്രോളും കൂടി മിക്സ് ചെയ്താണ്. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത്. ദ റേഷ്യോ ഓഫ് എയർ മാസ് ടു ഫ്യൂൽ മാസ്. എയറിൻ്റെ മാസും അതേമാതിരി ഫ്യൂലിൻ്റെ മാസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത്. പെട്രോൾ എഞ്ചിനിൽ അപ്രോക്സിമേറ്റ്ലി 14.7:1 ആണ് സോഷ്യോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാറുണ്ട്. അതായത് ലീൻ മിക്സ്ചർ, റിച്ച് മിക്സ്ചർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഡീസൽ എഞ്ചിൻ്റെ എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത് 18:1 to 25:1 ആണ്. ഇത് തന്നെ 9:1 to എന്ന് പറയുമ്പോൾ ഇതിൽ തുടങ്ങും കേട്ടോ. എയർ ഫ്യൂൽ റേഷ്യോ പെട്രോൾ എഞ്ചിനിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു അറൗണ്ട് 16:1, 17:1 റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട്. ഇതിൽ സോഷ്യോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് കത്തിപ്പോകുന്ന ആ റേഷ്യോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കുന്ന റേഷ്യോ അത് ഏകദേശം 14.7 ആണ്. ഈ ഒരു വാല്യൂ നോർമലി നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. 14.7:1 ആണ് നമ്മുടെ സോഷ്യോമെട്രിക് റേഷ്യോ ഓഫ് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. ഡീസൽ എഞ്ചിൻ പറയുന്ന സമയത്ത് നോർമലി പറയുന്നത് 14.5 എന്നുള്ള രീതിയിലും പറയാറുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു ടേമാണ് ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. എഞ്ചിനിൽ 4 സിലിണ്ടറുകളുള്ള എഞ്ചിനാണെങ്കിൽ ഓരോ സിലിണ്ടറിലും എപ്പോൾ ഫയർ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ഓരോ സിലിണ്ടറിലും ഫയർ ചെയ്യേണ്ട ഓർഡർ ഏതാണ് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അത് നോർമലി ആ ഫയറിംഗ് ഓർഡർ ഉണ്ട് നമ്മൾ ഓരോ സിലിണ്ടറിനും, അതൊന്ന് പഠിച്ചേക്കണം. 1, 3, 4, 2 ആണ് നമ്മളൊരു 4 സിലിണ്ടറിന്റെ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് അല്ലേ. ഒരു 6 സിലിണ്ടർ എഞ്ചിൻ ആകുന്ന കേസിൽ, ഒരു 6 സിലിണ്ടർ എഞ്ചിൻ ആകുന്ന കേസിൽ അത് മാറും. 1, 5, 3, 6, 2, 4 എന്നുള്ളൊരു ഓർഡർ, 2, 4 എന്നുള്ളൊരു ഓർഡറിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ഇതിന്റെ ഫയറിംഗ് ഓർഡർ വരുന്നത്. അപ്പോൾ എഞ്ചിനിൽ ദ സീക്വൻസ് ഓഫ് ദി എഞ്ചിൻ സിലിണ്ടർ പ്രൊഡ്യൂസ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഓർഡറിനെയാണ് ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ടെക്നിക്കൽ ടേംസിലാണ്, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നെക്സ്റ്റ് എഞ്ചിൻ സ്പീഡ്. എഞ്ചിൻ സ്പീഡിനെ നമ്മൾ നോർമലി പറയാറുള്ളത് RPM-ലാണ്, റവല്യൂഷൻസ് പെർ മിനിറ്റ്. അല്ലെങ്കിൽ റവല്യൂഷൻസ് പെർ മിനിറ്റ് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. പ്രോപ്പർ എന്ന് പറയുന്നത് റവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. എഞ്ചിന്റെ സ്പീഡ് നമ്മൾ ഒരു മിനിറ്റിൽ എത്രത്തോളം റവല്യൂഷൻ ആണ് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് ടോർക്കാണ്. ടോർക്ക് നമ്മൾ അതിന്റെ പവർ പറയുന്ന സമയത്ത് പറയുന്നത് അല്ലേ, ടേണിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എഞ്ചിൻ. എഞ്ചിന്റെ ടേണിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത്. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, കണ്ടെത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവർ കണ്ടെത്താൻ ഇക്വേഷൻ ഉണ്ട്, 2πnt/60 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ടി ആണ് നമ്മുടെ ടോർക്ക് വരുന്നത്. N എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള RPM ആണ്. ഇത് റവല്യൂഷൻസ് പെർ മിനിറ്റ് പറയുമ്പോൾ റവല്യൂഷൻസ് പെർ സെക്കൻഡിലോട്ട് ആക്കിയിട്ട് നമുക്ക് നമ്മളെ യൂണിറ്റിലോട്ട് മാറ്റാനാണ് /60 ചെയ്തത്, 2πnt/60. ഇനി ഇത് ടീന്റെ ടേംസിലോട്ട് മാത്രമാക്കി എഴുതണേ നമുക്ക് എഴുതാട്ടോ. ടി കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60p/2πn എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. N RPM, T ടോർക്ക് നമ്മൾ പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഫ്യൂൽ കൺസപ്ഷൻ. എന്താണ് SFC? സ്പെസിഫിക് ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂൽ കൺസ്യൂംഡ് പെർ യൂണിറ്റ് പവർ പെർ ഹവർ. അതായത് ഒരു മണിക്കൂറിൽ പെർ ഹവറിൽ എത്രത്തോളം ഫ്യൂൽ ആണ് കൺസ്യൂം ചെയ്തത് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറയുന്നത്. കിലോഗ്രാം പെർ കിലോവാട്ട് ഹവർ ആണ് അതിന്റെ യൂണിറ്റ്. എത്ര കിലോഗ്രാം എത്ര കിലോവാട്ട് ഹവറിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഇഗ്നിഷൻ ടൈമിങ്. ഇഗ്നിഷൻ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈമിംഗ് ഓഫ് സ്പാർക്ക് ബിഫോർ TDC. ഇഗ്നിഷൻ ടൈമിംഗ്, ദ ടൈമിംഗ് ഓഫ് സ്പാർക്ക് ബിഫോർ TDC. TDCക്ക് തൊട്ട് TDCയിലെ തൊട്ട് മുന്നോടിയായിട്ടല്ലേ നമ്മൾ കംപ്രഷൻ സ്ട്രോക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യണം, സ്പാർക്ക് കൊടുക്കണം. ഇനി ആ സ്പാർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സർക്യൂട്ട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇഗ്നിഷൻ ലേഔട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പാർക്ക് കൊടുക്കാനാണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും. അതിന് സ്പാർക്ക് പ്ലഗ് കൊടുക്കണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ വേണം അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബാറ്ററിയുടെ 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ടിനെ നമുക്ക് ഹൈ വോൾട്ടേജ് ആക്കാൻ വേണ്ടിയിട്ട് ഇഗ്നിഷൻ കോയിൽസ് ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഗ്നിഷൻ ടൈമിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വാൾവ് ടൈമിങ്. വാൾവ് ടൈമിംഗ് എന്ന് പറയുന്നത് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം ഓഫ് ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൾവ്. ഇൻലെറ്റ് വാൾവിന്റെയും എക്സോസ്റ്റ് വാൾവിന്റെയും ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൾവ് ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എഞ്ചിന്റെ വർക്കിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പറയുന്നുണ്ട് ഈ വാൾവ് ടൈമിംഗ് എന്താണ് എന്നുള്ളത് അല്ലേ. അത് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാൾവ് ടൈമിംഗ് ഡയഗ്രം ഉണ്ടായിരിക്കും. ആ വാൾവ് ടൈമിംഗ് ഡയഗ്രത്തിൽ
നമുക്ക് കാണാൻ പറ്റും. അതായത് ആദ്യം ഇൻലെറ്റ് വാൾവ് എന്ത് ചെയ്യും, ഓപ്പൺ ആകും. ദെൻ നെക്സ്റ്റ് ഇൻലെറ്റ് വാൾവ് ക്ലോസ് ആവും. ദെൻ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആകും. ദെൻ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആകും. ദെൻ എക്സോസ്റ്റ് വാൾവ് ക്ലോസ് ആവും. ഇതാണ് നമ്മളുടെ ഒരു എന്ത് പറയുന്നത്, വാൾവ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതൊരു തിയററ്റിക്കൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാമാണ്. ഇത് നമ്മൾ ആക്ച്വലിലാവുന്ന സമയത്ത് അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ വാൾവ് ടൈമിങ്ങിന്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വാൾവ് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും എപ്പോൾ തുറക്കണം എപ്പോൾ അടക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് വാൾവ് ടൈമിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തതാണ് ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. ക്രാങ്ക് ത്രോ എന്ന് പറയാറുണ്ട് നോർമലി, അല്ലെങ്കിൽ ക്രാങ്ക് ത്രോ എന്ന് പറയാറുണ്ട്. ക്രാങ്ക് ത്രോ എന്താണ്? ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെന്റർ ഓഫ് ദി ക്രാങ്ക് പിൻ ടു ദി സെന്റർ ഓഫ് ദി മെയിൻ ജേണൽ. നമ്മളൊരു ക്രാങ്ക് ഷാഫ്റ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെയിൻ ജേണൽ എടുത്തു, ക്രാങ്കിന്റെ പിൻ ഇവിടെയാണ്, നമ്മളിതിങ്ങനെ വെബായിട്ട് കണക്ട് ചെയ്തു, ഇവിടെ നിന്നാണ് നമ്മുടെ ഇത് പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത് അതായത് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ഇൻറ്റു ക്രാങ്ക് ത്രോ ആയിരിക്കും. പിസ്റ്റൺ സ്ട്രോക്ക് ഈസ് ഡബിൾ ഓഫ് ദി ക്രാങ്ക് ത്രോ. അതായത് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്, ഒരു സ്ട്രോക്ക് ലെങ്ത്, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് 2 ഇൻറ്റു ക്രാങ്ക് ത്രോ. 2 ഇൻറ്റു ക്രാങ്ക് ത്രോ. നേരെ തിരിച്ചും ചോദിക്കട്ടോ. അതൊരു ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് സ്ട്രോക്ക് ലെങ്ത്. സ്ട്രോക്ക് ലെങ്ത്തിന്റെ ഹാഫ് ആയിരിക്കും എന്നുള്ളത്. ജസ്റ്റ് ആ കൺസെപ്റ്റ് എന്താ മനസ്സിലാക്കി വെക്കുക. ഈ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ ജേണൽ ആൻഡ് ക്രാങ്ക് പിന്നിന്റെ ജേണൽ, ക്രാങ്ക് പിന്നിന്റെ സെന്റർ ലൈൻ, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഓഫ് ക്രാങ്ക് പിൻ ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ ജേണൽ. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമുക്ക് എന്ത് പറയുന്നത് എഞ്ചിന്റെ ടെർമിനോളജി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. എഞ്ചിന്റെ ടെർമിനോളജി റിലേറ്റ് ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജി കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഫ്യൂൽ ടാങ്കുമായി ബന്ധപ്പെട്ട ഫ്യൂൽ ടാങ്കിന്റെ ക്ലീനിങ് പ്രോസസ്സ്, അതുമായി ഫ്യൂൽ ടാങ്ക്, എയർ ഫിൽട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെയായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.